ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തൊടിയിലുള്ള തോട്ടത്തിലുള്ള ഒരു ചാമ്പയെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ചാമ്പ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദൽഹരി ചാമ്പ എന്നുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ദൽഹരി ചാമ്പ നല്ല സ്വീറ്റായിട്ടുള്ളൊരു ചാമ്പയാണ്. ഇവൺ അതിൻ്റെ ഷേപ്പും അതിൻ്റെ ആ പുറത്ത് വരുന്ന ഒരു ലൈൻ മാതിരിയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ അതിൻ്റെ ഇല വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് കാണാം ചാമ്പ എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ കൊലകൊലയായിട്ട് കായ്ക്കും. കണ്ടോ, അതിൻ്റെ പുറം കണ്ടില്ലേ, ഒരു ലൈനായിട്ട് ഇങ്ങനെ നല്ല രസമാണ്. ഇത് ആയിട്ടില്ല, ഇത് കുറച്ചും കൂടി ആവാനുണ്ട്. ഇനി എന്താ അതിൻ്റെ അടിയിൽ വേറെയുണ്ട്, ഇതാ കൊല കണ്ടില്ലേ, വേറെയുണ്ട്. പിന്നെ 2 ആയിട്ടുണ്ട്, നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട്, പൂത്തിട്ടുണ്ട്. പിന്നെ അതാ ഇത് 2 ആയിട്ടുണ്ട്. അത് നമുക്കിന്ന് വലിക്കാം നമുക്ക്. ഓക്കെ, ഇത് 2 ആയതാണ്. ഓക്കെ, ഇതിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അണ്ണാൻ ഇതിനെ കൊണ്ടുപോകും. ഓക്കെ, ഇത് പിന്നെ നമ്മൾ പരിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഈ വളങ്ങൾ തന്നെയാണ്. വളം മീൻസ് ജൈവവളം, ചാണകം, കന്നുകാലിൻ്റെ, ആട്ടിൻ്റെ, കോഴി, അങ്ങനെയൊക്കെ. പിന്നെ സ്ലറി ഒഴിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളൂ. രാസവളങ്ങളൊന്നും ചെയ്യാറില്ല. ഇതിൽ ഈ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് ഇടയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റിൽ പോകും. നമുക്ക് കായൊക്കെ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ദൽഹരി ചാമ്പ തൈ വാങ്ങിച്ച് വെച്ചിട്ട് വളർത്തു. പരിചരണം വളരെ കമ്മിയാണ്. അങ്ങനെ നമ്മൾ കൂടുതലൊന്നും നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ചാമ്പങ്ങ കിട്ടും. ചാമ്പക്ക കഴിക്കാൻ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും വിഷമില്ലാത്ത ചാമ്പങ്ങ കിട്ടും. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ മരുന്നൊക്കെ അടിച്ച് വരുന്നതാണ് പലവിടെയും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓരോ തൈ സ്ഥലം ഉള്ളതനുസരിച്ചിട്ട് ചെടികൾ വയ്ക്കുക, വളർത്തുക. എല്ലാവരും വളർത്തണം ചെടികൾ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ 3 ടൈപ്പ് ചാമ്പ മരമാണ് ഉള്ളത്. ഓൾറെഡി ഞാൻ ഒരെണ്ണം വീഡിയോ എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തായ്ലൻഡ് റെഡാണ്. ഓക്കെ, ഇത് ദൽഹരി ചാമ്പ. പിന്നെ വേറൊരു ചാമ്പങ്ങയുള്ളത് ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് കായ്ച്ചിട്ടില്ല. കായ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ എല്ലാവരും നട്ടു വളർത്തുക ചെടികൾ. എന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, നട്ടു വളർത്തിയ ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.
വ്യൂവേഴ്സ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുരുവില്ല, ചാമിങ്ങിൽ കുരുവില്ല. പിന്നെ ഫ്രഷ് ഭയങ്കര, ഇത് ഫുൾ നല്ല എന്താ പറയുക, സോഫ്റ്റ്, നല്ല ഫുൾ ഫ്രഷാണ്, കഴിക്കാൻ പറ്റിയ ഭാഗമാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, എല്ലാവരും കഴിച്ചു നോക്കുക. ചെടി നടുക, എന്നിട്ട് കായ്ച്ച ശേഷം കായ വലിച്ച് കഴിക്കുക. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇത് കഴിച്ചു നോക്കി. കാരണം ഇപ്പോൾ ശരിക്കും മധുരം ആയിട്ടില്ല. ഓക്കെ, മധുരം ആവുന്നേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, പക്ഷെ നല്ലോണം വാട്ടർ കണ്ടൻറ്റ്, വെള്ളത്തിൻ്റെ അംശം നിറയുണ്ട്. ശരിക്കും വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ മധുരം കുറച്ച് കമ്മിയാണ്. സാധാരണ ദൽഹരി നല്ല മധുരം ഉണ്ടാകുന്നതാണ്, ഇതിലെന്തോ കുറച്ച് കമ്മിയായിരിക്കുന്നു. എനിവേ, ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളതാണ്. അടുത്ത പ്രാവശ്യം ശരിയാവുമായിരിക്കും. ഓക്കെ, ബൈ.